നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ DYFIയുടെ സമ്മേളനം പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കാൻ പോവുകയാണ്. പുതിയ നേതൃത്വം വന്നു. DYFIയുടെ പുതിയ കാലത്ത് വലിയ മാറ്റങ്ങളോട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു DYFIയുടെ സമ്മേളനമാണ് നടന്നിട്ടുള്ളത്. അതിലെ പുതിയ നേതൃത്വത്തിന്, പുതിയ ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. പുതിയ കാലഘട്ടമാണ്. സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു വലിയ ദൗത്യം മുമ്പിലുള്ള ഒരു കാലത്താണ് ഈ പുതിയ നേതൃത്വം വരുന്നത്. ആ നേതൃത്വത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് സമ്മേളനത്തിൻ്റെ ഒരു മാസങ്ങൾക്ക് മുമ്പേ ഫ്രാങ്ഷൻ കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു, വിജിലാണ് സെക്രട്ടറി, അതുപോലെ തന്നെ ചിന്താ ജെറോം പ്രസിഡൻ്റായി വരും എന്നൊക്കെ. പലപ്പോഴും നമ്മളെ പരിപാടികളിൽ, കുടുംബയോഗങ്ങളിലൊക്കെ പോകുമ്പോഴും പാർട്ടി നമ്മളെ പഠിപ്പിക്കുന്നത്, പാർട്ടി നേതാക്കന്മാർ പഠിപ്പിക്കുന്നത്, മാധ്യമങ്ങൾ കളവ് പ്രചരിപ്പിക്കുന്നു, മാധ്യമ പ്രചരണമാണ്, മാധ്യമ സിൻഡിക്കേറ്റാണ്, മാധ്യമങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതിൽ വരുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് പറയാറുണ്ട്. അത് തെറ്റാണെന്ന് ഇത് തെളിയിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിലേ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ DYFIയുടെ സമ്മേളനം നടക്കുന്ന സമയത്തല്ല, സമ്മേളനത്തിന് ആഴ്ചകൾക്ക് മുന്നേ, മാസങ്ങൾക്ക് മുന്നേ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു. DYFIയുടെ അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഇവിടെ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു ആരൊക്കെയാണ് സെക്രട്ടേറിയറ്റിൽ വരുന്നത്, ആരൊക്കെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത്, ആരാണ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നുള്ളത്. ആ സമയത്ത് ഇതിനെതിരെ പ്രതികരിച്ചാൽ നിങ്ങൾ പറയും, നീ മാധ്യമങ്ങളുടെ കേട്ടിട്ട് ഒരിക്കൽ ഞാൻ ചിന്താ ജെറോമാണ് പ്രസിഡൻ്റായി വരുന്നതെങ്കിൽ അത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മാധ്യമങ്ങളുടെ വാർത്ത കേട്ടിട്ടാണോ പ്രതികരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. മാധ്യമങ്ങളുടെ വാർത്ത കേട്ട് പ്രതികരിക്കുന്നതിൽ എന്താണ് തെറ്റ് നിങ്ങൾ കാണുന്നത്? ഇതല്ലേ മാധ്യമങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വള്ളിപുള്ളി തെറ്റിയോ? ഇതിനു മുന്നേ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്തായാലും മറ്റു പല സംഭവങ്ങളിലും മാധ്യമങ്ങൾ പറഞ്ഞത് തന്നെയല്ലേ. അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാലേ നമുക്ക് നിങ്ങൾ പറയുന്നതാണ് ശരി, മാധ്യമങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊരു യോഗത്തിൽ വന്നിട്ട് മാധ്യമങ്ങൾ തെറ്റായ കളവ് പ്രചരിപ്പിക്കുന്നു, മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അവരിപ്പോൾ ഓരോ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവർ ഇന്ന പോലെ കമ്മിറ്റിയിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് തിരുത്തുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ വന്നാൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നാളിതുവരെ മാധ്യമങ്ങൾ വന്ന വാർത്തകൾക്കനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളെ വിശ്വസിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ പുതിയ നേതൃത്വം ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ സമരങ്ങളും കാര്യങ്ങളും പുതിയ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ യോജിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എനിക്ക് യോജിപ്പില്ല. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ചിന്താ ജെറോമിനെ പ്രത്യേകിച്ച് പ്രായപരിധി, എന്തിനാണ് ഈ പ്രായപരിധി ശരിക്കും പറഞ്ഞാൽ CPM എന്നും DYFI എന്നും എടുത്ത് മാറ്റണം. ചിന്താ ജെറോമിന് 38-40 വയസ്സെങ്ങനെയായി. അവരാണിപ്പോൾ വീണ്ടും സംസ്ഥാന പ്രസിഡൻ്റായി വന്നിട്ടുള്ളത്. നാട്ടിലൊരുത്തൻ വില്ലേജ് സെക്രട്ടറിയോ അല്ലെങ്കിൽ വില്ലേജ് കമ്മിറ്റിയിലോ വരുമ്പോൾ 33 വയസ്സ് കഴിഞ്ഞാൽ വരാൻ പറ്റില്ലെന്ന് പറയുന്ന നിങ്ങൾ. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ഒരു വലിയ ഗ്രൂപ്പുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും വ്യാപകമായ ചർച്ചകൾ ഇതുമായി സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ചിന്താ ജെറോമിൻ്റെ ഇത് ഞാൻ പറയുന്നത് മറ്റൊരു ഗ്രൂപ്പിൽ നടന്ന ചർച്ചയുടെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നു. ജനങ്ങൾക്ക് പിടിഞ്ഞിട്ട് വല്ല ധാർഷ്ട്യം കൊണ്ട് കേട്ടാ, ജനങ്ങൾക്ക് പിടിഞ്ഞിട്ട് കളിക്കുന്ന അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും ജനങ്ങൾ മടുത്തുപോയി. ഇനി ഇപ്പൊ ഇത് ആദ്യം വന്നിട്ട് ചിന്താത് ഒരാൾക്കൊരു എതിർപ്പുണ്ട്. ഇവളെല്ലാം കണ്ടാൽ തന്നെ ഇനി വോട്ട് ചെയ്യില്ല കേട്ടാ. ഇതോടുകൂടി തീർന്നിന് ഉറപ്പാന്ന്. ഇനി നിങ്ങൾ തലയർത്താനും സാറില്ല. കാരണം നമ്മൾ പറയേണ്ടത് പറയും. ചിന്താ ജെറോം ജനങ്ങളെ മടുത്ത് കളിക്കുന്നവരാ. ഇങ്ങനത്തെ ഒരു ആരെയും നിർത്തിക്കുക. എത്ര ഒരു പരിധി വിട്ടാൽ ഇവർക്ക് ആർക്കും ഒരു എതിരഭിപ്രായം വരികയില്ലല്ലോ അല്ലേ? എന്താ കഥ ഇത്? അപ്പോൾ ഒരു ചർച്ചയാണിത്. പറയുമ്പോ ഒരു തിരുത്തലും ഇല്ല, ഒന്നുമില്ല. ഇവര് വിചാരിച്ചെടുത്ത ആളാക്കിട്ട് നോയിക്കോ. നിങ്ങൾ ബംഗാളിനെക്കാട്ടും കടുപ്പായിട്ടില്ലേ എന്ന് ഞാനാ പറയുന്നു. ഇനി എന്നാ നമ്മളെ തല പോയാലും സാറില്ല. ആൾക്കാർക്കൊരു പരിധിയുണ്ട്. എല്ലാം കാണാനും എന്നിട്ട് ഇവർക്ക് തിരിയുന്നില്ലെങ്കിലേ, ഒരു നേതൃത്വ മാറ്റം മൊത്തം ഇല്ലെങ്കിൽ ഇവരെ ബംഗാളിനെക്കാട്ടിയും കടുപ്പായിരിക്കും. നോയിക്കോ.
അല്ലെ ചിന്താ ജെറൂമിനെ കണ്ടാൽ തന്നെ ഒരാൾക്ക് പിരാന്തി വരും. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് പിന്നെ സംഘടനാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. 2 വ്യക്തികൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരോടൊക്കെയോ വെല്ലുവിളിച്ച് ഇപ്പം നിഷാദിനെ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട്. നിഷാദിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുത്തത് എന്തിനി ചർച്ച ചെയ്യുന്നോ? ഇനി കാര്യമില്ല, ഒരു കാര്യം പറഞ്ഞിട്ടും കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെയാണ്, ഇതേ ബംഗാളിനേക്കാൾ അപ്പുറമാകാൻ പോകുന്ന അവസ്ഥയിലേക്കാണ്. ലാൽ സലാം സഖാവേ.